അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നിന്നോട് ഒരു കഥ പറയാൻ പോവുകയാ. ഫലസ്തീനികൾക്കിടയിൽ ലോകമെമ്പാടും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രചോദനാത്മക കഥയാണിത്. ഫലസ്തീൻ തടവുകാരുടെ ജീവിതവും ഇസ്രായേൽ ജയിലുകളിലെ കഷ്ടപ്പാടുകളുമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുണ്ടായതാ. ഈ കഥ നിന്റെ മനസ്സിനെ തൊടും, ഞെട്ടിക്കും, പ്രചോദിപ്പിക്കും. ഈ കഥയിൽ ഒരു ഫലസ്തീൻ ചെറുപ്പക്കാരനുണ്ട്. പേര് അബ്ദുറഹ്മാൻ ജാബർ. ഇസ്രായേലിന്റെ ഒരു ജയിലിൽ നെഫ്ഹ എന്ന സ്ഥലത്ത് അവനെ തടവിലാക്കി. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഗാർഡിന്റെ കണ്ണിലൂടെയാ ഈ കഥ പറയുന്നത്. അവളുടെ പേര് ലിയ മാർക്കസ് എന്നു പറയാം. ലിയയെ പഠിപ്പിച്ചത് ഒരു കാര്യമായിരുന്നു: നിന്റെ ഹൃദയം കാണിക്കരുത്. തടവുകാർ സുരക്ഷാ ഭീഷണിയാ, അവരെ മനുഷ്യരായി കാണരുത്. അവൾ കർക്കശക്കാരിയായി ഭയപ്പെടുത്തുന്നവളായി. പക്ഷേ അബ്ദുറഹ്മാൻ എന്ന ആ ചെറുപ്പക്കാരൻ അവളുടെ ലോകം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. അവനെ ഒരു ഇരുണ്ട സെല്ലിൽ പാർപ്പിച്ചു. മെലിഞ്ഞ ശരീരം, ഓറഞ്ച് യൂണിഫോം, കയ്യിൽ ചങ്ങല. പക്ഷേ അവന്റെ കണ്ണിൽ പേടിയില്ല, ഒരു ശാന്തത മാത്രം. അവൻ ദിവസവും 5 തവണ പ്രാർത്ഥിക്കും, കണ്ണീര് വീഴ്ത്തും. ചെറിയ ഒരു ഡയറിയിൽ എന്തൊക്കെയോ വരക്കും. പാറക്കൂട്ടങ്ങൾ, ആകാശത്തേക്ക് ഉയർത്തിയ കൈകൾ. പലപ്പോഴും ഭക്ഷണം തൊടില്ല. ലിയ ഒരിക്കൽ ചോദിച്ചു, നിനക്കെന്താ ഭക്ഷണം വേണ്ടേ? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അവസാന യാത്രയ്ക്ക് തയ്യാറാവുകയാ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓർഡർ വന്നു. അബ്ദുറഹ്മാനി വധശിക്ഷ നൽകണമെന്ന്. ഇതൊരു സാങ്കല്പിക ഭാഗമാണ്, കാരണം ഇസ്രായേലിൽ വധശിക്ഷ സാധാരണയല്ല. പക്ഷേ കഥയിൽ ഇത് ഒരു നാടകീയ മുഹൂർത്തമാ. ലിയയോട് പറഞ്ഞു, നീ പോയി അവന്റെ അവസാന ആഗ്രഹം ചോദിക്ക്. അവൾ സെല്ലിൽ കയറി യന്ത്രം പോലെ പറഞ്ഞു, നിന്റെ അവസാന ആഗ്രഹമെന്താ? അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, എന്റെ അമ്മയെ കാണണം. ലിയ ഞെട്ടി. ഇത്രയുള്ളോ? അവന്റെ മനസ്സിൽ അമ്മ മാത്രം. നിന്റെ അമ്മയെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, 4 വർഷമായി കണ്ടിട്ട്. അവസാനം വീടിന്റെ മുറ്റത്ത് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. ചുറ്റും പുകയും വിമാനങ്ങളും. ഓട്, തിരിഞ്ഞു നോക്കരുത് എന്നവൾ കരഞ്ഞു. ആ രാത്രി ലിയയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ആ അമ്മ ആരായിരിക്കും എന്ന് അവൾ ആലോചിച്ചു. ലിയ രഹസ്യമായി അന്വേഷിച്ചു. അവൾ കണ്ടെത്തി. അബ്ദുറഹ്മാന്റെ അമ്മ ഫാത്തിമ ജാബർ 2 വർഷം മുമ്പ് ഖാൻ യൂനിസിൽ ഒരു ആക്രമണത്തിൽ മരിച്ചിരുന്നു. ഈ സ്ഥലവും സംഭവവും യഥാർത്ഥമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എടുത്തതാ. പക്ഷേ ഫാത്തിമ എന്നത് കഥയ്ക്ക് വേണ്ടി ചേർത്തതാ. ലിയ അവനോട് പറയാൻ ഭയന്നു. പക്ഷേ ഒടുവിൽ പറഞ്ഞു, നിന്റെ അമ്മയുടെ വീട് ബോംബിട്ട് തകർന്നു. അബ്ദുറഹ്മാൻ തറയിൽ വീണു. ഞാൻ അവളെ കാണാമെന്ന പ്രതീക്ഷയിലാ ജീവിച്ചത്. അവൾ എന്റെ കൈപിടിച്ച് നിനക്ക് മതി എന്ന് പറയുമെന്ന് കരുതി എന്നവൻ കരഞ്ഞു. ആ നിമിഷം ലിയയും തകർന്നു. അവർ 2 പേര് മാത്രമായി ആ സെല്ലിൽ. ഒരു ഗാർഡും തടവുകാരനുമല്ല, 2 മനുഷ്യർ. കുറച്ചു കഴിഞ്ഞ് അബ്ദുറഹ്മാൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹം കൂടെ പറയാമോ? എന്റെ അമ്മയുടെ ഖബറിൽ നിന്ന് ഒരു പീട്ടി മണ്ണ് തരുമോ? അതിൽ ഞാൻ പ്രാർത്ഥിക്കണം, അവളെ യാത്രയാക്കണം. ലിയ ഞെട്ടി. പക്ഷേ അവന്റെ വാക്കുകൾ അവളെ തൊട്ടു. കഥയിൽ ലിയ ഒരു ധീരമായ തീരുമാനമെടുത്തു. അവൾ രഹസ്യമായി ഖാൻ യൂനിസിലേക്ക് പോയി. ഒരു വ്യാജ ഐഡിയും ഫലസ്തീൻ വേഷവും ഉപയോഗിച്ച് അവിടെ എത്തി. ഒരു ഖബർസ്ഥാനിൽ നിന്ന് ഒരു പീട്ടി മണ്ണെടുത്തു. ആരോടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ എവിടെയോ ആയിരിക്കും അവൾ. ലിയ ആ മണ്ണൊരു തുണിയിൽ കെട്ടി തിരിച്ചെത്തി. ലിയ ആ മണ്ണ് അബ്ദുറഹ്മാന് കൊടുത്തു. അവൻ അത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെ പറഞ്ഞു, ലിയ, ഒരാഗ്രഹം കൂടെ പറയട്ടെ. നിന്റെ കാലുകൾ കഴുകണം. ലിയ ഞെട്ടി. എന്തിന് എന്ന് ചോദിച്ചു. നിന്റെ കാലിൽ പറ്റിയ ഈ മണ്ണ് ഞങ്ങളുടേതാ. പക്ഷേ ഞാൻ മരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വിദ്വേഷം വേണ്ട. നിന്റെ കാലിൽ നിന്ന് ഞങ്ങളുടെ രക്തം ഞാൻ കഴുകും. ദൈവമറിയട്ടെ, ഞാൻ ക്ഷമിച്ചെന്ന്. ലിയ അനങ്ങാൻ പറ്റാതെ നിന്നു. പക്ഷേ അവന് തടഞ്ഞില്ല. അവൻ ഒരു കുപ്പി വെള്ളമെടുത്ത് അവളുടെ കാലുകൾ പതിയെ കഴുകി. മണ്ണ് മണ്ണിലേക്ക്, ആത്മാക്കൾ ആകാശത്തേക്ക് എന്ന് അവൻ പറഞ്ഞു. വധശിക്ഷയുടെ ദിവസം അബ്ദുറഹ്മാനെ കൊണ്ടുപോയി. ഇത് കഥയുടെ ഭാഗം മാത്രമാ. യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. അവൻ ആ മണ്ണ് കയ്യിൽ പിടിച്ച് പുഞ്ചിരിച്ചു. ഈ മണ്ണ് എനിക്ക് ലോകത്തേക്കാൾ വിലപ്പെട്ടതാ എന്ന് ലിയയോട് പറഞ്ഞു. പിന്നെ അവൻ പോയി. ലിയ ആ കഥയ്ക്ക് ശേഷം ജോലി ഉപേക്ഷിച്ചു. പേര് മാറ്റി ദൂരേക്ക് പോയി. അവളുടെ കയ്യിൽ ആ മണ്ണിന്റെ ഒരു തരി ഇപ്പോഴും ഉള്ളതുപോലെ തോന്നി. ഇതാണ് ഫലസ്തീനികൾ പറഞ്ഞു കേൾക്കുന്ന ആ പ്രചോദന കഥ.
ഇത് ഒരു യഥാർത്ഥ സംഭവമല്ല, പക്ഷേ ജയിലിലെ തടവുകാരുടെ കഷ്ടപ്പാടുകളും അവരുടെ മനുഷ്യത്വവും ലോകത്തോട് പറയാനുണ്ടാക്കിയ ഒരു കഥയാ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.